ഇന്ന് മദേഴ്സ് ഡേയാ. അമ്മമാർക്ക് വേണ്ടിയുള്ള ദിവസം. അമ്മമാരെ ഓർമ്മിക്കുന്ന ദിവസം. അങ്ങനെയാ വിശാൽ സാർ എന്നോട് പറഞ്ഞത്. ഈ ദിവസം അമ്മയുടെ ഓർമ്മയ്ക്കായി ചില കാര്യങ്ങളൊക്കെ വിശാൽ സാറ് പദ്ധതിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ അമ്മ ഉണ്ടാവണമെന്നാ എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അമ്മ വരുമെന്നാ എൻ്റെ പ്രതീക്ഷ. അമ്മേ, അമ്മ വരണേ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ, അമ്മയെ കൊലപ്പെടുത്തിയ ആ കാട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. ഞാൻ ആ സ്ഥലം കണ്ടു. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നെ അവിടെ വെച്ച കൊലപ്പെടുത്തിയെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിന്നെ ഇവിടെ എത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പാർവതി, നീ എനിക്കൊപ്പം വരൂ. അല്ല, ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചു തരാം. വരൂ പാർവതി, വാ. ജയ, അങ്ങനെ ജയയുടെ ആത്മാവാ ആ സ്ഥലം എനിക്ക് കാണിച്ചു തന്നത്. പക്ഷേ അമ്മയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അവരും എന്നോട് പറഞ്ഞില്ല. നീ അതിപ്പോൾ അറിയേണ്ട നേരമായിട്ടില്ല. നേരമാകുമ്പോ ആ സത്യങ്ങളൊക്കെ നിന്റെ മുന്നിൽ തെളിയും. പിന്നീടേ വേറൊരു അത്ഭുതം കൂടി അവിടെ വെച്ച് നടന്നു. അതെന്താ? അമ്മയുടെ കൊലുസിന്റെ ഒരെണ്ണം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതെങ്ങനെ?
അപ്പോ നാഗരാജാവാണോ അത് നിനക്ക് നൽകിയത്? അതെ, പക്ഷേ അന്നേരം അത് അമ്മയുടെ കൊലുസാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതാരാണ് നിന്നോട് പറഞ്ഞത്? അത് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ തെളിവാ. നാഗരാജാവ് ഒരു വലിയ വഴിയാ നിനക്ക് മുന്നിൽ തെളിച്ചിരിക്കുന്നത്. ഈ കൊലുസ് ഇതാരുടേതാണെന്ന് മോൾക്കറിയോ? ഇത് മോളുടെ അമ്മായിയമ്മ ഗായത്രി ദേവിയുടെ കൊലുസാ. അദ്ദേഹം പറയുമ്പോഴാ ആ കൊലുസ് അമ്മയുടേതാണെന്ന് ഞാൻ അറിഞ്ഞത്. അതിൽ കോർത്തിരിക്കുന്ന ചാവി അമ്മ സൂക്ഷിച്ചിരുന്ന പെട്ടിയുടേതാണെന്നും ഞാൻ അറിഞ്ഞത്. ശരിയാണ്, അതെന്റെ കൊലുസ് തന്നെയാണ്. ആ മാജിക് ബോക്സിന്റെ ചാവി ഞാൻ ആ കൊലുസിൽ കോർത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ പെട്ടിക്കുള്ളിൽ എന്താ അമ്മ? ചാവി നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ തന്നെ അത് തുറന്നു പരിശോധിക്കണം. അതിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ രഹസ്യങ്ങൾ അറിയുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം എന്ന് കരുതി നിരാശപ്പെടരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിയും. പാർവതി, നിന്നോടൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഞാൻ ഇവിടെ വന്നതും നിനക്ക് എന്നെ കാണാൻ പറ്റുന്നതും വേറെ ആരും അറിയരുത്. മറ്റാരും അതറിയാവുന്ന വിധം നീ പെരുമാറരുത്. ഇല്ല ദേവമ്മ, അതൊരിക്കലും ആരും അറിയില്ല. നീ വാ, നമുക്ക് താഴേക്ക് പോവാം. മോളെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ കൂടെയുള്ള വിവരം ഇവിടെ ആരും അറിയരുത്, വിശാല് പോലും. പാർവതി, നീ എന്താ വൈകിയത്? ഞങ്ങളെല്ലാരും നിന്നെയും കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോ എല്ലാവരും എത്തിയല്ലോ. എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങാം ബ്രോ. പിന്നെന്താ, നമുക്ക് തുടങ്ങാം. അതെ, ആദ്യം അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ മദേഴ്സ് ഡേ ഗിഫ്റ്റ് വെക്കണം. അമ്മയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചില്ലേ? ദാ, പാർവതിയുടെ കയ്യിലിരിക്കുന്ന ഈ പൂച്ചെടിയാണ് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ്. ചെടികളെയും പൂക്കളെയും പ്രകൃതിയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഈ ഗിഫ്റ്റ് തന്നെയാവും ഏറ്റവും ഉചിതം. ഇത് പാർവതിയുടെ സെലക്ഷന്. ഈ ഗിഫ്റ്റ് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പാ. പാർവതി, വരൂ, എല്ലാവരും വരൂ. ഈ ചെടി നമുക്ക് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാം.
അല്ലേ വിശാൽ സർ? ഈ ചടങ്ങിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതെ അതെ, പാർവതി പറഞ്ഞതാ ശരി. അതെ, അമ്മയ്ക്ക് നമുക്ക് ചെടി സമർപ്പിക്കാം. എല്ലാവരും വരും. പാർവതി, ആ ചെടി ഇങ്ങനെ. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ സാന്നിധ്യവും അധികം അറിയാൻ ഭാഗ്യമില്ലാതെ പോയൊരു ജന്മം എൻ്റേത്. അമ്മ എന്നോടൊപ്പവും നമ്മളോടൊപ്പം ജീവിച്ചിരിക്കേണ്ടതാ. പക്ഷെ ഏതോ പിശാചുക്കൾ കാരണം എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടമായി. അധിക നാൾ നീളില്ല, അവരെ ഞാൻ കണ്ടെത്തും. അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കും. ഞാനീ പറയുന്നതും എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും അമ്മ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മ എവിടെയാണെങ്കിലും എന്നെ ആശീർവദിക്കുമെന്ന പാർവതി എപ്പോഴും പറയാറ്. അത് സത്യമാണെന്നാ എനിക്കും തോന്നാറ്. ഇന്ന് ഈ മദേഴ്സ് ഡേയിൽ എന്നെ ഞാനാക്കി മാറ്റാൻ ഏതോ അദൃശ്യ ലോകത്തിരുന്ന വഴി തെളിയിക്കുന്ന അമ്മയോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എനിക്കറിയില്ല. ഈ ജന്മം തന്നെ കൊടുത്താലും അമ്മയോടുള്ള കടപ്പാടിന് പകരമാവില്ല. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ കിട്ടിയതാ. ഈ പാർവതി ഉൾപ്പെടെ. പാർവതിയെ എന്റെ മുന്നിൽ എത്തിച്ചതും ഞങ്ങളെ തമ്മിൽ ഇണക്കി ചേർത്തതും അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ മുന്നിൽ നമിച്ചുകൊണ്ട് പാർവതി, നമുക്ക് ഈ ചെടി സമർപ്പിക്കാം. ഇനിയും അമ്മയ്ക്കുള്ള സമ്മാനം. അമ്മ അതൊന്ന് തുറന്നു നോക്കേ.
തുറന്നു നോക്കമ്മേ. ആ എന്തായിരിക്കും അത്? ആ നിന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? തുറന്ന് നോക്കട്ടെ, അപ്പൊ കാണാലോ. അമ്മ ആദ്യം ആ ചെറിയ ബോക്സും തുറന്നു നോക്കി. അമ്മ ആ താക്കോലും കൊലുസും കയ്യിൽ വെക്കണം. എന്നിട്ട് അടുത്ത ബോക്സ് തുറന്നു നോക്കണം. അല്ല വിശാൽ, ഈ കൊലുസ് ആരുടെയാ? മോനെ, ഇതെന്തിന്റെ താക്കോലാ? അതൊക്കെ പറയാം. അമ്മ ഈ ബോക്സ് കൂടി തുറന്നു നോക്കണം. നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. അതെങ്ങനെ അറിയാന്നാ ഞാൻ ചോദിച്ചത്. അത് ആ താക്കോല് ഗായത്രി അമ്മ മരിച്ചെടുത്തെന്നാ കിട്ടിയത്. അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊലുസ് ആരുടേതാണെന്ന് അമ്മ ചോദിച്ചില്ലേ? അത് ഗായത്രി അമ്മയുടേതാ. അപ്പോ ഈ ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതായിരുന്നല്ലേ? അല്ല, ഇത് ഗായത്രിയമ്മയുടെ കൊലുസാണെന്ന് നീ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നേ? ആ എന്താ നമുക്ക് ഇത്ര ഉറപ്പ്? ഉറപ്പുണ്ട്. നോക്കി. ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. ഈ പെട്ടിയും അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നത് വെറുതെ ഒരിക്കലും അമ്മ ഇത് സൂക്ഷിച്ചു വെക്കില്ലല്ലോ. ഈ പെട്ടിക്കുള്ളിൽ എന്തോ രഹസ്യമുണ്ട്. അതെന്തായാലും ഉറപ്പാ. ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാവാ ആ പെട്ടിക്കുള്ളിൽ. അല്ല,
ഇതിനുള്ളില് ഗായത്രി ചേച്ചിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? അല്ല, ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതാ. അങ്ങനെ അധിക ഊഹങ്ങളൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. നിങ്ങളൊന്ന് തർക്കിക്കാതിരിക്കെ. അമ്മേ, ആ ബോക്സ് തുറന്നു നോക്കേ. എന്താന്ന് അറിയാലോ. തുറക്കണോ അമ്മേ? ഇവരിങ്ങനെ പറയുമ്പോ തുറക്കാതെ നിവർത്തിയില്ലല്ലോ.